ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു അച്ചാറുണ്ടാക്കാവേ. തണ്ണിമത്തങ്ങയുടെ തോട് കേട്ടോ, കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് അച്ചാറുണ്ടാക്കുന്നത്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഉണ്ട്. ഇത് ചട്ടി വെച്ച് ചൂടായി, എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉലുവ ഇട്ടു കേട്ടോ. കടുക് ഉലുവയും പൊട്ടി കേട്ടോ. നമുക്കിനി ഈ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഉള്ളത് ഇതിൻ്റെ അകത്ത് ഇടാം. അച്ചാർ പൊടിയൊന്നും ഇടുന്നില്ല. ഇച്ചിരി കായം ഉണ്ടായിരുന്നേ ഇടായിരുന്നു. കായപ്പോൾ ഇല്ല, തീർന്നു പോയി. പിന്നെ ഇടാം. ഇനി നമുക്കിത് വഴറ്റാം. ഇത് വേഗം വാടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാവേ. ഈ തണ്ണിമത്തങ്ങയുടെ തോട് നല്ല ഗുണമുള്ളതാണ് കേട്ടോ. നിങ്ങളാരും തണ്ണിമത്തങ്ങ മേടിക്കുമ്പോൾ അത് അതിൻ്റെ അകത്തെ കാമ്പ് തിന്നിട്ട് കളയരുത് കേട്ടോ. ഇതുപോലെ ഇത് ചെറുപയറിട്ട് കറി വെക്കാൻ നല്ലതാണ്. ഇങ്ങനെ അച്ചാറിട്ടാൽ നല്ല സൂപ്പറാട്ടോ. ഉള്ളി, ഈ പച്ചമുളക്, ഇഞ്ചിയെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. അന്നേരം നമ്മൾ ഈ തണ്ണിമത്തങ്ങയുടെ തോട് വേവിച്ചതല്ലല്ലോ, അതുകൊണ്ട് ഇതിനകത്തിട്ടൊന്ന് വാട്ടാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, ഈ തണ്ണിമത്തങ്ങ ഒന്ന് വാടട്ടെ. ഇതൊന്ന് വാടി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോ കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് രണ്ടും കൂടെ ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ തന്നെ നല്ലൊരു കളറൊക്കെ ഇല്ലേ, നല്ല രുചിയാണ് കേട്ടോ. നമുക്ക് ഈ സമയത്ത് വിനാഗിരി ഒഴിക്കാം. ഉപ്പ് മുമ്പ് നമ്മൾ ചേർത്ത് കേട്ടോ. പിന്നെ ഇപ്പോൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർക്കണേ. നമുക്ക് ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കാവേ. ടേസ്റ്റിന് വേണ്ടി ഒരു തുള്ളി പഞ്ചാര ചേർക്കാവേ. നല്ലൊരു എളുപ്പം കേട്ടോ, പെട്ടെന്നായി കേട്ടോ. ഇതിന് അധികം വേവില്ല. അങ്ങനെ എൻ്റെ തണ്ണിമത്തൻ്റെ തോട് കൊണ്ടുള്ള അച്ചാർ റെഡി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബായ്.